ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായി ഞാനൊരു കുക്കർ എടുത്ത് അതിൽ 5 പൊട്ടറ്റോ തൊലി കളഞ്ഞ് അതിന് കണക്കായി വെള്ളം ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കുക്കറിൻ്റെ മൂടിയിട്ട് വയ്ക്കുകയാണ്. ഇതിന് 6-7 വിസിൽ വരുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം വെന്ത് വന്നോട്ടെ. ഇത് ഉടച്ചെടുക്കാൻ ഇതാണ്. കൂടുതലായാൽ കുഴപ്പമൊന്നുമില്ല. തണുക്കുന്നവരെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ 5 വലിയുള്ളിയും 3 പച്ചമുളകും 2 ക്യാരറ്റുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 8 മസാല ദോശക്കൊക്കെ ഇത്രയും സാധനം മതിയാവും. ഇനി ഞാനൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് ഇത് ചൂടായ ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അല്പം ഉലുവയിട്ട് അതും ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് 1-2 വറ്റൽമുളക് ഇട്ട് വയ്ക്കുക. ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ 3/4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി വഴറ്റുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇടുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നല്ലോണം മിക്സ് ആയതിനു ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഇടുക. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നന്നായി വറ്റി വരുന്നുണ്ട്. ഇതൊന്നുകൂടി നല്ലോണം ഉടച്ചെടുക്കുക. നമ്മുടെ മസാല റെഡി. ദോശയ്ക്ക് വേണ്ടി 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്ന അളവിൽ 4 മണിക്കൂർ കുതിർത്ത ശേഷം 1 ഗ്ലാസ് ചോറ് വിട്ട് അരച്ചെടുത്തതാണിത്. മിക്സിയിലാണ് അരച്ചത്. മാവ് പുളിക്കാൻ വെച്ച് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ദോശ ചുടാൻ പോകുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് നന്നായി പരത്തിയെടുക്കുക. അതിനുശേഷം അല്പം നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാകുന്നത് വരെ നനച്ച് ഒന്ന് ദോശ തിരിച്ചിട്ടുക. ദോശയുടെ നടുവിലേക്ക് മസാല വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിനെ മടക്കിയെടുക്കുക. നല്ല ക്രിസ്പിയായ മസാല ദോശ ഇവിടെ റെഡി ആയിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.